നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യജീവന്റെ വില അറിയാവുന്നവരാണ് ഡോക്ടർമാർ. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും വാഹനം ഓടിക്കുമ്പോൾ ചെറിയൊരു അശ്രദ്ധ കാട്ടിയാൽ മതി വലിയ ദുരന്തമുണ്ടാകാൻ. തിരുവനന്തപുരത്ത് യുവ ഡോക്ടർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചപ്പോഴുണ്ടായ അപകടത്തിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു. തിരുവനന്തപുരം ആക്കുളത്താണ് മദ്യലഹരിയിൽ യുവ ഡോക്ടർ ഓടിച്ച ജീപ്പ് ബൈക്കിലിടിച്ച് ഒരാൾ മരിച്ചത്. പാറശാല സ്വദേശി ശ്രീറാമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർമാരായ വിഷ്ണു, അതുൽ എന്നിവരെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്കുളം പാലത്തിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ഇരുവരും ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഒരു ഡോക്ടർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, അതിൽ അപകടത്തിൽ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം? ഈ രണ്ട് ഡോക്ടർമാരും മദ്യലഹരിയിലായിരുന്നു. ടോം, ഇന്ന് പുലർച്ചെയായിരുന്നു ആക്കുളം പാലത്തിന് സമീപം ഈ അപകടമുണ്ടായത്. പ്രത്യേകിച്ച് ഇവിടെ പലപ്പോഴും അപകടം നടക്കുന്നൊരു സ്ഥലമാണ്. അതിന് അപ്പുറത്താണ് ഇവർ മദ്യപിച്ച് ഈ പാതയിലൂടെ വാഹനം ഓടിച്ചത്. ഈ എതിരെ വന്ന ബൈക്കിലാണ് രണ്ട് ചെറുപ്പക്കാർ, പാറശാല സ്വദേശികളാണ് അവർ ഉണ്ടായിരുന്നത്. അതിൽ ശ്രീറാം എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത്. 23 വയസ്സാണ്. ഈ ഷാനു, ശ്രീറാം ഇവർ രണ്ടുപേരുമാണ് ബൈക്കിലുണ്ടായിരുന്നത്. രണ്ടുപേരും ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവർ ആ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയാണ് ബൈക്കിൽ സഞ്ചരിച്ചത്. ഈ സമയമാണ് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. രണ്ട് യുവ ഡോക്ടർമാർ, വിഷ്ണു, അതുൽ, ഇങ്ങനെ രണ്ട് ഡോക്ടർമാരാണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ വിഷ്ണു ആണ് ഈ ജീപ്പ് ഓടിച്ചിരുന്നത്. വൈദ്യപരിശോധനയിൽ ഇരുവരും ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. തുമ്പ പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിഷ്ണുവിനെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യ, ഈ വകുപ്പാണ് വിഷ്ണുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുലിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് ഈ വാഹനം. ആ വാഹനത്തിലാണ് ഇരുവരും സഞ്ചരിച്ചത്. ഇരുവരും ഈ ഡോക്ടർമാരാണ്, യുവ ഡോക്ടർമാരാണ്. ഒരാൾ കൊട്ടാരക്കരയിലെ സഹകരണ ആശുപത്രിയിലും മറ്റൊരാൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലുമാണ് ജോലി ചെയ്യുന്നത്. ഇവർ ഒരുമിച്ച് ഈ ലഹരി ഉപയോഗിക്കുകയും പിന്നീട് വാഹനം ഓടിക്കുകയുമായിരുന്നു. അമിത വേഗത്തിലെത്തിയ വാഹനം ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേർ ഈ ബൈക്കിലുണ്ടായിരുന്നു. ശ്രീറാമും സുഹൃത്ത് ഷാനുവുമാണ് ഉണ്ടായിരുന്നത്. പാറശാല സ്വദേശികളാണ് ഇവർ. ഈ ഓൺലൈൻ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ശ്രീറാമിന്റെ മരണം 11 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ 11 മണിയോടുകൂടി ശ്രീറാം മരിച്ചു. ടോം, വിനോദ് സൂചിപ്പിച്ചിരുന്നു നേരത്തെ, ഇത് പതിവായി അപകടമുണ്ടാകുന്ന സ്ഥലമാണ് ഇതെന്ന്. അങ്ങനെ കൃത്യമായും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണോ ഇതുപോലുള്ള അപകടത്തിന് കാരണമാകുന്നത്, അതോ ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ അവിടെ എത്തുന്നതാണോ തുടർച്ചയായി അപകടങ്ങൾ വരുത്തുന്നത്? കാരണം രണ്ട് ഡോക്ടർമാരും മദ്യലഹരിയിലായിരുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം അവർ ഈ അമിത വേഗതയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ടോം, ഈ റോഡ് കഴക്കൂട്ടം കോവളം ബൈപ്പാസാണ്. ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. നേരത്തെ നിരവധി വാഹനാപകടങ്ങളും മരണങ്ങളും സംഭവിച്ച സ്ഥലമാണ്. നമുക്കറിയാം, കോവളത്തൊക്കെ ഈ ബൈക്ക് റേസിംഗിന്റെ ഭാഗമായി യുവാക്കൾ പല സമയത്തും, ഈ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ അമിത വേഗത്തിൽ റോഡിലൂടെ വാഹനം ഓടിക്കുകയും പലരെയും ഇടിച്ചു തെറിപ്പിക്കുകയും പലർക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തു. വീട്ടുജോലിക്ക് റോഡ് ക്രോസ് ചെയ്തു പോയ വീട്ടമ്മ, അവര് ഛിന്ന ഭിന്നമായി പോകുന്ന തരത്തിൽ ആ ബൈക്ക് ഇടിച്ചുള്ള അപകടം, അത് മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് നടന്നത്, തിരുവല്ലത്തിന് സമീപം നടന്നത്. ആ റോഡ് തന്നെയാണ് ഈ ആക്കുളത്ത് കൂടി കടന്നുപോയി കഴക്കൂട്ടത്തേക്ക് പോകുന്നത്. ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ റോഡിലെ ചില പ്രശ്നങ്ങൾ, അതായത് സിഗ്നൽ ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുഴിവിള ഭാഗത്ത് MGM സ്കൂളിനടുത്തായി ആക്കുളത്തേക്ക് പോകുന്ന റോഡിൽ അവിടെയൊക്കെ അടുത്തടുത്ത് ട്രാഫിക് ലൈറ്റുകളായി പോകും. അതുകൊണ്ട് തന്നെ അത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അങ്ങനെ ഒരു മാനദണ്ഡം, അവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് സമീപ പ്രദേശങ്ങളിൽ സിഗ്നൽ വെക്കുന്നതിന് തടസ്സമുണ്ട്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. പക്ഷേ പലപ്പോഴായി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ആവശ്യമാണ് ഈ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ വെക്കുക എന്നത്. ഈ കേസിൽ മദ്യപിച്ച് വാഹനം ഓടിക്കലാണ്. പക്ഷേ അതല്ല
അറിവില്ലാതെ തന്നെ ഈ ലക്കിൽ ലഗാനുമില്ലാതെ വാഹനങ്ങൾ പായുന്ന ഒരു സാഹചര്യമുണ്ട്. ആക്കുളത്ത് നിന്ന് വന്ന് കയറുന്ന റോഡ് നമ്മൾ കുഴിവിള ഭാഗം എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ MGM സ്കൂളിന് തൊട്ട് അടുത്ത സ്ഥലം, ആക്കുളം പാലത്തിൽ നിന്ന് വന്ന് കയറുന്ന സ്ഥലം, അവിടെ ഏതാണ്ട് 6 റോഡുകളാണ്, സർവീസ് റോഡുകൾ ഉൾപ്പെടെ 6 റോഡുകൾ ഒരുമിച്ച് വന്ന് ചേരുന്ന സ്ഥലമാണ്. അവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓട്ടോ സ്റ്റാൻഡ് ഇതിന് അടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പരാതി പറയുന്നത് എല്ലാ ദിവസവും അവിടെ അപകടം നടക്കും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാനെന്ന നമ്മുടെ തന്നെ പരിപാടിയുണ്ട്. ആ പരിപാടിയിലൂടെ ആ സ്ഥലത്തിന്റെ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. അതിനടുത്താണ് ഈ അപകടം നടന്നത്. ഒരുപക്ഷെ ഇവിടങ്ങളിലൊക്കെ സിഗ്നൽ വെച്ചാൽ ഒരു പരിധിവരെ ഈ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ അതിന്റെ വേഗം കുറയ്ക്കുകയും ഒരുപക്ഷെ പിന്നീട് അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുമ്പോൾ ഈ വരുന്ന വേഗം വാഹനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുകയും അപകടങ്ങൾ ഒഴിവാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. പക്ഷെ അതൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല. ടോം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. 2 ഡോക്ടർമാർ മദ്യപിച്ച് ആണ് അവർ വാഹനം ഓടിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ അശ്രദ്ധയാണ്, അമിത വേഗവും അതോടൊപ്പം മദ്യലഹരിയിലുള്ള ഡ്രൈവിംഗുമാണ് ഒരു യുവാവിൻ്റെ ജീവനെടുത്തത്. എറണാകുളം പെരുമ്പാവൂരിലെ ഹോട്ടൽ ആക്രമണ കേസിൽ പൾസർ സുനി കസ്റ്റഡിയിൽ. എറണാകുളം രായമംഗലം ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന കേസിലാണ് കുറുപ്പുംപടി പോലീസ് സുനിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ജീവനക്കാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പൾസർ സുനി അസഭ്യം പറയുകയും ഭക്ഷണം വൈകിയതിന് ഹോട്ടലിലെ ഗ്ലാസുകൾ തകർത്തെന്നും FIR-ലുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നാണ് സുനി വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ നടിയാക്രമണ കേസിലെ മുഖ്യപ്രതി നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. പക്ഷെ വീണ്ടും ഇയാൾ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ച് ഒരു ഹോട്ടലിൽ പോയി അതിക്രമം കാണിക്കുന്നു, ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുന്നു. പക്ഷെ പോലീസ് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ, അതായത് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടല്ലോ. അതോടൊപ്പം എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ടോമ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കുറുപ്പുംപടി സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് ഹോട്ടലിൽ കയറിയ പൾസർ സുനി അവിടെ ഭക്ഷണം വൈകിയതിനെയും അത് ഇഷ്ടപ്പെടാത്തതിനെയും ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ രീതിയിലേക്ക് വന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന ചില്ല് ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കുകയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ പരാതിയിൽ പറയുന്നത് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ്, വധഭീഷണി മുഴക്കിയെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. ഇന്നലെ തന്നെ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിലേക്ക് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരുപക്ഷെ ജാമ്യത്തിൽ വിട്ടയക്കും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയാണ് പൾസർ സുനി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം വിചാരണയിൽ ജയിലുമായിട്ട് തുടരുകയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് അനുകൂലമായിട്ട് ജാമ്യ ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്യുന്നത്. ഈ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമടക്കം ഇതിൽ വന്നിട്ടുണ്ട് എന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അടക്കം ഇതിൽ റിപ്പോർട്ട് നൽകണം. എങ്കിൽ മാത്രം ഈ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിക്കാനടക്കം കഴിയുകയുള്ളൂ. നിലവിൽ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ, അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഹോട്ടൽ ആക്രമിക്കുകയും ജീവനക്കാരനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിലെല്ലാം കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് ആ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കൈമാറുകയും ഈ അന്വേഷണ സംഘം അത് വിചാരണ കോടതിയിൽ, നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ കോടതിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യും. കോടതി ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് ജാമ്യ വ്യവസ്ഥകളുടേതടക്കമുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയെ പരിശോധിക്കുകയും ചെയ്യും. ഇന്ന് ഈ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട പൾസർ സുനി കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഈ കേസിൽ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട് ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവരവും ഇന്ന് കോടതി പൾസർ സുനിയെ വിസ്താരം നടക്കേണ്ടതിന് മുൻപായിട്ട് തന്നെ ഈ കോടതിയെ
ഇക്കാര്യങ്ങൾ പോലീസ് കുറുപ്പുംപടി പോലീസ് രേഖാമൂലം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൻ്റെ സ്വഭാവം ഇതാണ്, ഇത് ജീവനക്കാരെ വധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊരു ക്രിമിനൽ സംഭവമാണ് നടന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് വിചാരണ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കോടതി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവ് നേടുകയും അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല ജാമ്യ വ്യവസ്ഥകളുണ്ട്. അതായത് ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പിന്നെ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ പല വ്യവസ്ഥകളോട് കൂടിയാണല്ലോ ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുക. പക്ഷേ ഇവിടെ വളരെ പ്രകടമാണ്, ഇയാൾ ഒരു ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുന്നു എന്ന് മാത്രമല്ല, ഹോട്ടലിൻ്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിസ്സാര വകുപ്പ് മാത്രമാണ് പോലീസ് ഇവിടെ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ കാരണം ഇതുപോലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ വീണ്ടും ഇയാൾ ഏർപ്പെട്ടതുകൊണ്ട് ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് അതിനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ ഡാനി? സ്വാഭാവികമായും പോലീസിന്, പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിനടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിചാരണ വേളയിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഇങ്ങനെ ജാമ്യ ഉത്തരവ് നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇങ്ങനെ വീണ്ടും ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു, അതിൽ ആ സമാനമായ ഒരു സ്വഭാവം കാണിക്കുന്നു, കുറ്റകൃത്യങ്ങൾ തന്നെ തുടർച്ചയായി ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിക്കാം. കാരണം അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ജാമ്യ വ്യവസ്ഥയിൽ ജാമ്യം തേടിക്കൊണ്ട് പൾസർ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളാം, വലിയ നല്ല നടപ്പുകാരൻ എന്ന രീതിയിലെല്ലാമായിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ജാമ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇങ്ങനെ ഒരു പൊതു ഇടത്തിൽ വെച്ച വഴക്കുണ്ടാക്കുകയും അവിടെ ഒരു കുറ്റകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന രീതിയിലേക്കെല്ലാം ഇയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്യും. കോടതി അത് പരിശോധിക്കും. ഈ രീതിയിൽ ജാമ്യ വ്യവസ്ഥയിൽ അന്ന് 2 ആൾജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അവരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതിൽ ജാമ്യം റദ്ദാക്കേണ്ടതായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് മേൽക്കോടതി അടക്കം അറിയിക്കേണ്ടതുണ്ട്. കാരണം സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ജാമ്യം നൽകുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതടക്കമുള്ളത് പോലീസിൻ്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പോലീസ് വൈകാതെ ഈ റിപ്പോർട്ടായിട്ട് തന്നെ നൽകും. ഇത് പ്രാഥമികമായ റിപ്പോർട്ട് ഇന്ന് വിചാരണ വേളയിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെ അത് പ്രാഥമികമായി നൽകിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളും മൊഴികളും അടക്കമുള്ള കാര്യങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കും. അതിനനുസരിച്ചായിരിക്കും കോടതി ഇത് മേൽക്കോടതിയിലേക്കടക്കം റിപ്പോർട്ടായിട്ട് നൽകുകയും ചെയ്യേണ്ടത്. ഇതിൽ ജാമ്യത്തെ ഇത് ബാധിക്കുമോ എന്നത് തന്നെയാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. മതവിദ്വേഷ പരാമർശ കേസിൽ കീഴടങ്ങിയ PC ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പ്രതിയുടെ മുൻകാല വിവാദ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നേരത്തെ ആവശ്യപ്പെട്ടതാണ്. മതവികാരം വ്രണപ്പെടുത്തുമെന്നും ജോർജ് പറഞ്ഞിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ലെന്നും കോടതിയിൽ കസ്റ്റഡിയിൽ വിടേണ്ടതില്ല എന്നുമായിരുന്നു PC ജോർജിന്റെ അഭിഭാഷകന്റെ വാദം. ഇത് തള്ളിക്കൊണ്ടാണ് 4 മണിക്കൂറത്തേക്ക്, അതായത് വൈകുന്നേരം ഇന്ന് വൈകിട്ട് 6 മണി വരെയും കോടതി പോലീസിന്റെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ PC ജോർജിനെ വിട്ടു നൽകിയിരിക്കുന്നത്. അതായത് എത്ര ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്? ഇന്നത്തേക്ക് മാത്രമാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഈ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യമില്ല. പോലീസിനെ സംബന്ധിച്ച് ആകെയുള്ളത് ഇതിൽ ഒരേ ഒരു തെളിവായ ലാപ്ടോപ്പ്, ഈ ചാനലിൽ ലൈവ് പോയത് ഒരു ലാപ്ടോപ്പിൽ ാണ്. ആ ലാപ്ടോപ്പ് കണ്ടെടുക്കുക. ആ ലാപ്ടോപ്പ് കണ്ടെടുത്ത ശേഷം പിന്നീടുള്ളത് PC ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തുക. എന്താണ് PC ജോർജിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന മൊഴി രേഖപ്പെടുത്തുക.
മൊഴി രേഖപ്പെടുത്തി നടപടികൾ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത് എന്നതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ നടപടിക്രമങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി. ഇന്ന് രാത്രിക്കുള്ളിൽ തിരിച്ച് PC ജോർജിനെ കോടതിയിൽ ഹാജരാക്കാമെന്നതാണ് പോലീസ് പ്രോസിക്യൂഷനൊക്കെ വാദിച്ചിരുന്നത്. അതേസമയം ജാമ്യം ആദ്യം തന്നെ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു PC ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചത് അത് തന്നെയാണ്. മതവിദ്വേഷ പ്രസംഗം ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്ന വാദമായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിനെതിരെ പ്രോസിക്യൂഷൻ ഈ മുൻ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ ആ സംഭവങ്ങളിലൊന്നും തന്നെ കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ റിപ്പോർട്ട് തയ്യാറാക്കിയില്ല എന്ന് പോലീസിനെ വിമർശിച്ചുകൊണ്ട് കോടതി ചോദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2 മണിവരെ അങ്ങനെ പോലീസിന് സമയം അനുവദിക്കുകയായിരുന്നു. അങ്ങനെ 2 മണിക്ക് കോടതി വീണ്ടും ചേർന്നപ്പോഴാണ് ഈ റിപ്പോർട്ടുകൾ പോലീസ് ഹാജരാക്കിയത്. തുടർന്നാണ് ഈ കേസ് പരിഗണിച്ച കോടതി വൈകുന്നേരം 6 മണി വരെ പോലീസിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് അതുവരെ കസ്റ്റഡിയിൽ വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വൈകുന്നേരം 6 മണിക്ക് തിരികെ ഹാജരാക്കുമ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നും പറയുന്നു. PC ജോർജിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കണം എന്നുള്ളത്. പക്ഷെ അത് 6 മണിക്ക് പരിഗണിക്കാം എന്ന നിലപാടാണ് ഈ കോടതി സ്വീകരിച്ചത്. എന്തായാലും ഒരു പരിധിവരെ PC ജോർജിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ആശ്വാസകരമായിട്ടുള്ളത് കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയൊന്നും PC ജോർജിന് വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല. മണിക്കൂറുകളുടെ കസ്റ്റഡി മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കേസ് അന്വേഷണം തുടരാൻ കൂടുതൽ കാര്യങ്ങളില്ല, തെളിവെടുപ്പൊന്നും ഇനി നടത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അതായത് ഈ വേണമെങ്കിൽ ജാമ്യം അനുവദിക്കാം എന്ന നിലപാട് ഫലത്തിൽ PC ജോർജിന് വാദിക്കാൻ കഴിയും. ആ സാഹചര്യത്തിൽ ഗുണകരമായുള്ളത് PC ജോർജിന് വൈകുന്നേരം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. പക്ഷേ PC ജോർജ് സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന വാദമായിരിക്കും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ആ ഘട്ടത്തിൽ ഉന്നയിക്കുക. ഒരുപക്ഷെ ഈ ജാമ്യ ഹർജിക്ക് തടസ്സവാദം ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും ഇക്കാര്യങ്ങളിൽ വൈകുന്നേരമാണ് ഇക്കാര്യത്തിൽ അന്തിമമായൊരു വ്യക്തത വരികയുള്ളൂ. 6 മണിക്ക് നടക്കുന്ന വാദത്തിലായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും വൈകാതെ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഇനി 4 മണിക്കൂർ, ഏകദേശം ഒരു 3-3.5 മണിക്കൂർ സമയം മാത്രമായിരിക്കും പോലീസിന്റെ കസ്റ്റഡിയിൽ PC ജോർജ് ഉള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ 3.5 മണിക്കൂർ സമയം ചോദ്യം ചെയ്യൽ, മറ്റ് തെളിവെടുപ്പിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യൽ എന്തൊക്കെ കാര്യങ്ങളാണ് PC ജോർജിന് ചോദിച്ചറിയേണ്ടത്? കാരണം ഇതിനു മുൻപും PC ജോർജ് മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം ഈ ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശം, ഇക്കാര്യങ്ങളടക്കം ചോദിച്ചറിയുക. അതിനപ്പുറം പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ശ്രീജിത്ത്? ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അത്രയും കുറച്ച് സമയമാണ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വൈദ്യപരിശോധന ചിലപ്പോൾ വൈകിട്ടത്തേക്ക് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. പ്രത്യേകിച്ച് കോടതിയിലേക്ക് ഹാജരാകുന്നതിന് മുൻപ് തന്നെ വൈദ്യപരിശോധനയും നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോലീസ് തീരുമാനിക്കും. എന്തായാലും നിലവിൽ വൈകാതെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കോടതിയിൽ നിന്നും പ്രതിയെ കൈമാറും. ടോം. യെസ്, എന്തായാലും PC ജോർജ് ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്, കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഈ വൈകിട്ട് 6 മണിക്ക് PC ജോർജിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ PC ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 3.5 മണിക്കൂർ സമയം PC ജോർജിനെ പോലീസ് ചോദ്യം ചെയ്യും. മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും? കാരണം തെളിവെടുപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ശ്രീജിത്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീജിത്ത്, എന്തായാലും വൈകിട്ട് 6 മണിക്ക് PC ജോർജിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. പോലീസിന്റെ നിലപാട് എന്തായിരിക്കും? കാരണം ജാമ്യാപേക്ഷയിൽ വളരെ വ്യക്തമായി, കാരണം ഇനി ഒരു തെളിവെടുപ്പിന്റെ ആവശ്യമില്ല. ചോദ്യം ചെയ്യലിൽ തന്നെ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4 മണിക്കൂറത്തെ അല്ലെങ്കിൽ 3.5 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ PC ജോർജിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീജിത്ത്?
തീർച്ചയായും അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ ഹൈക്കോടതിയുടെ മറ്റും കേസുകളും അതിന്റെ ഉത്തരവുകളും ഒക്കെ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അക്കാര്യങ്ങൾ കോടതി പരിഗണിക്കുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അത് പരിഗണിച്ചില്ലെങ്കിൽ PC ജോർജിനെ സംബന്ധിച്ച പരിപൂർണമായ ആശ്വാസമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയധികം ഒരു പ്രമാദമായ കേസ്, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകുന്ന ഒരു കേസ്, ഈരാറ്റുപേട്ടയിൽ PC ജോർജും ഈ ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ, SDPI, PDP പോലുള്ള സംഘടനകളുമായിട്ടുള്ള പോര് കുറെ കാലമായി തുടങ്ങിയതാണ്. ആ പോരിന് ഇടയിലാണ് PC ജോർജ് ഇങ്ങനൊരു പരാമർശം നടത്തുന്നത്. ഫലത്തിൽ ആ പരാമർശം ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. ആ പോരാട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം അതിരൂക്ഷമായ പരാമർശം നേരിട്ടുകൊണ്ട് PC ജോർജിന് കോടതിയിൽ കീഴടങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം എങ്കിൽ അത് PC ജോർജിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസ് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കേസായി പോലീസ് പറയുന്നില്ല. പ്രത്യേകിച്ച് അതിന്റെ കാരണം ഈ ഒരു കേസ് 3 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കേസ് മാത്രമാണ്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനോടടക്കം ചൂണ്ടിക്കാണിച്ച് ഇത്തരം കേസുകൾക്ക് ശിക്ഷ കുറവ് എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ശിക്ഷ വളരെ കുറവാണ് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള പരിമിതി. അതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനമായിട്ട് ഉള്ളത് ഈ കേസിന്റെ ഒരു പരിമിതികൾ, ഈ നിലവിലെ വകുപ്പ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും ഘട്ടത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ, അനന്തപുരി സമ്മേളനം പോലുള്ള സാഹചര്യങ്ങളിൽ അതേ നിലയിൽ പുലർച്ചെയൊക്കെ വന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പുതിയ BNS വകുപ്പ് പ്രകാരം ഇത്തരം കേസുകളിൽ പ്രതിക്ക് നോട്ടീസ് നേരിട്ട് കൈമാറേണ്ടതുണ്ട്. അങ്ങനെ കൈമാറാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പരിമിതിയാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെ പുതിയ വകുപ്പുകൾ പ്രകാരമുള്ള ചില സൌകര്യങ്ങൾ കൂടി PC ജോർജിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ വൈകുന്നേരം ജാമ്യ ഹർജി, ആ വാദം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പോലീസ് എന്ത് നിലപാടെടുക്കുന്നു, ഈ പഴയ ഹൈക്കോടതിയിലെ ഈ വിവിധ ലംഘന പരാതികളൊക്കെ ചൂണ്ടിക്കാണിക്കുമോ എന്നൊക്കെയുള്ളതാണ് എടുത്ത് അറിയാനുള്ളത്. എന്തായാലും പോലീസ് വാഹനം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വൈകാതെ PC ജോർജിനെ പുറത്തേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആദ്യം അവിടെ കൊണ്ടുപോയി ആരോഗ്യ പരിശോധന നടത്തും. എന്തായാലും PC ജോർജിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഈരാറ്റുപേട്ട SHO ആണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് PC ജോർജിനെ പുറത്തേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ പോകുന്നു. അതിന്റെ കാഴ്ചയാണ് നമുക്കറിയാം. അനന്തപുരി സമ്മേളനത്തിന് പിന്നാലെയാണ് PC ജോർജിനെ ഇങ്ങനെ പോലീസ് വാഹനത്തിൽ കയറ്റുകയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനൊക്കെ വീണ്ടും PC ജോർജ് പോലീസ് വാഹനത്തിലേക്ക് കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏത് നിമിഷവും PC ജോർജ് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോർജ് എന്തെങ്കിലും പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ നിലവിൽ പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും PC ജോർജ് വൈകാതെ പുറത്തേക്ക് വരും. തീർച്ചയായും നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ PC ജോർജ് ഇനിയൊരു പരാമർശം നടത്തുമോ, കാരണം എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുൻപും പലപ്പോഴും വർഗീയ പരാമർശങ്ങൾ PC ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ PC ജോർജ് പാഠം പഠിച്ചില്ല എന്ന് തന്നെയാണ് തുടർച്ചയായിട്ടുള്ള പല മതവിദ്വേഷ പരാമർശങ്ങളെന്നും മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ മാത്രമായിരിക്കുമല്ലോ ഇനി PC ജോർജിന്റെ നീക്കങ്ങൾ. എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ, മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീജിത്ത്? സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ വരിയോ പറഞ്ഞാൽ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വലിയ തിരക്കാണുള്ളത്, കോടതി പരിസരമാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വ്യക്തമല്ല. ഇത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് PC ജോർജിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും
വൈകാതെ പി സി ജോർജ് പുറത്തേക്ക് വരും. എല്ലാ ക്യാമറകളും പി സി ജോർജിനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈരാറ്റുപേട്ട ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് തൊട്ടടുത്താണ് കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. അവിടെ എത്തിയാണ് അദ്ദേഹത്തിന്റെ പരിശോധന നടത്തുക. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് പി സി ജോർജ്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 14 വർഷത്തോളമായി ഓക്സിജൻ സിലിണ്ടർ അതിന്റെ അത്തരം സപ്പോർട്ടോടുകൂടിയാണ് അദ്ദേഹം രാത്രി ഉറങ്ങുന്നത്. അതല്ലെങ്കിൽ ഹൃദയാഘാതം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം സൗകര്യങ്ങൾ വേണ്ടത്. അഥവാ പോലീസ് കോടതി ഇന്ന് റിമാൻഡിലേക്ക് പോവുകയാണ്, ഇത്തരം സൗകര്യങ്ങൾ വേണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രതിഭാഗം. അത്തരം കാര്യങ്ങളുണ്ട്. എന്തായാലും പി സി ജോർജ് മാത്രമല്ല BJP നേതാക്കളൊക്കെ തന്നെയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. BJPയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിനെ പോലുള്ളവർ, റോയ് ചാക്കോ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അങ്ങനെയുള്ളവർ, അങ്ങനെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, അങ്ങനെ നിരവധി നേതാക്കളെല്ലാം ഈ കോടതിക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ വൈകാതെ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും പി സി ജോർജ് വൈകാതെ പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് ഇനി ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള ഒരു കാര്യം. അത് പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ലാപ്ടോപ്പ് ഇതിനകം തന്നെ ലാപ്ടോപ്പ് നൽകാമെന്ന് പി സി ജോർജ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ലാപ്ടോപ്പുകൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് തെളിവായി സമർപ്പിച്ചോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഉപയോഗിച്ച ലാപ്ടോപ്പ് അടക്കമുള്ളവ ഇതിന് നൽകേണ്ടി വരും. അത് പിടിച്ചെടുത്ത് പിന്നീട് മറ്റ് നടപടികൾ, അതായത് മൊഴി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന് പൂർത്തിയാക്കി തിരിച്ച് മെഡിക്കൽ പരിശോധന ഉണ്ടായേക്കും. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുപോകും. എന്തായാലും വീണ്ടും മുണ്ടക്കയം മുണ്ടക്കല ഈരാറ്റുപേട്ട SHO കോടതിക്കുള്ളിലേക്ക് പോയിരിക്കുന്നു. വൈകാതെ പി സി ജോർജുമായി അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മതവിദ്വേഷ പരാമർശ കേസിലാണ് BJP നേതാവ് പി സി ജോർജ് ഇന്ന് കോടതിയിൽ ഹാജരായത്. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ശേഷം കോടതിയിൽ പി സി ജോർജിനെ ഹാജരാക്കുമ്പോൾ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ബോഡി ബിൽഡിംഗ് താരങ്ങളെ പിൻവാതിലിലൂടെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം തകർന്നു. സ്പോർട്സ് കോട്ടയുടെ മറവിലെത്തിയ ഷിനു കായിക പരീക്ഷയിൽ പരാജയപ്പെട്ടു. ചിത്രേഷ് നടേശൻ പങ്കെടുത്തുമില്ല. കായിക കേരളത്തിന്റെ അഭിമാനമെന്ന വിശേഷത്തോടെയാണ് ഷിനു ചൊവ്വയെയും ചിത്രേഷ് നടേശനെയും ആംഡ് പോലീസ് ഇൻസ്പെക്ടറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പല പിൻവാതിൽ നിയമനങ്ങളും വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി. പ്രത്യേകിച്ച് ഈ കായിക താരങ്ങളെ സ്പോർട്സ് കോട്ടയിൽ നിയമിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ പിൻവാതിലിലൂടെ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനമെടുത്തത്. പക്ഷേ ഇവിടെ ഇത് CPMന്റെ രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന വലിയ വിമർശനമൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷെ മാത്രമല്ല, ഇപ്പോൾ രണ്ടുപേരും ഈ കായിക ക്ഷമതയിൽ ഒരാൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഒരാൾ പങ്കെടുത്തുമില്ല. എങ്ങനെയാണ് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇതിന് പിന്നിൽ CPMന്റെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ഇവരെ പിൻവാതിലൂടെ നിയമിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ? ഈ കായിക താരങ്ങളെ പോലീസിൽ നിയമിക്കുന്നത് തന്നെ പ്രത്യേക രീതിയിലാണ്. അതിനൊരു സംവിധാനമുണ്ട്. അതിന് സ്പോർട്സ് അതോറിറ്റി അവരുടെ ഈ കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിയമനം നടത്തുന്നതിനുണ്ട്. അതിന്റെ ചുമതലക്കാരൻ ADGP MR അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹം, നമുക്കറിയാം, നേരത്തെയൊക്കെ ഉണ്ടായ വിവാദം, ഈ അനധികൃത സ്വത്ത് സമ്പാദനവും മറ്റ് ആരോപണങ്ങൾ, PV അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനാണ് ഈ കായിക താരങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ചുമതലയുണ്ടായിരുന്ന ഓഫീസർ. പക്ഷെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം സ്വമേധയാ അങ്ങോട്ടൊരു കത്ത് കൊടുക്കുകയും ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. DGPക്ക് കത്ത് കൊടുത്തത് ഈ ഷിനു ചൊവ്വയെയും അതോടൊപ്പം തന്നെ ചിത്രേഷിനെയും നിയമിക്കണം എന്ന
അതിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി നിയമിക്കണം എന്ന ആവശ്യം ഉണ്ടായത്. അതോടുകൂടിയാണ് MR അജിത്കുമാർ, അദ്ദേഹം പല വിവാദങ്ങളിൽ പെട്ടിരുന്നു. പക്ഷേ ഈ ഒരു വിവാദത്തിൽ കൂടി ചെന്ന് വീഴണ്ട എന്ന് കരുതിയായിരിക്കണം അദ്ദേഹം ഈ സ്ഥാനം തന്നിൽ നിന്ന് എടുത്തു മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുക്കുകയും അവിടേക്ക് ശ്രീജിത്തിനെ പിന്നീട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിൽ ഈ കായിക താരങ്ങൾ, ബോഡി ബിൽഡർമാർ സാധാരണ നിലയിൽ കായിക താരങ്ങളുടെ പരിഗണനയിലൂടെ പോലീസിന്റെ ഭാഗമാകാറില്ല. പക്ഷെ അവിടെയാണ് ചില ഇളവുകൾ നൽകി ഇവരെ നിയമിക്കണമെന്ന തീരുമാനമുണ്ടായത്. അത് ഈ പറയുന്ന സംവിധാനം വഴിയല്ല, മറിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് DGPക്ക് ഒരു നിർദ്ദേശം നൽകുകയും അത് മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിലേക്ക് എത്തിയതിലാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. വഴിവിട്ട നിയമനം, പിൻവാതിൽ നിയമനം എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായത്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം പേർക്കുട SAP ക്യാമ്പിൽ കായികക്ഷമതാ പരിശോധന ഉണ്ടായിരുന്നു. ഇതിൽ ഷിനു പങ്കെടുത്തിരുന്നു. ചിത്രേഷ് ആകട്ടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. 100 മീറ്റർ ഓട്ടം, 1500 മീറ്റർ ഓട്ടം, അതോടൊപ്പം തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഈ ഇനങ്ങളിലെല്ലാം തന്നെ ഷിനു പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. രണ്ടുപേരും അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, ബോഡി ബിൽഡർമാരാണ്. അവർ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി ഇവരെ ഈ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തി. അവിടെയാണ് ഈ പ്രശ്നമുണ്ടായത്. അങ്ങനെ ഒരു താല്പര്യം വരുമ്പോൾ സ്വാഭാവികമായും അത് വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത അതുകൂടി മുന്നിൽ കണ്ടാകണം. വിനോദ് സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും കായിക പ്രതിഭകളാണ്. കാരണം കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ അഭിമാനമായി ബോഡി ബിൽഡിംഗ് രംഗത്ത് വിവിധ രാജ്യാന്തര മെഡലുകൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ ഈ സ്പോർട്സ് കോട്ട നിയമനം എന്ന് പറയുമ്പോൾ അതിന് പല മാനദണ്ഡങ്ങളുണ്ടല്ലോ വിനോദ്. ഒളിമ്പിക്സിലും അതോടൊപ്പം ദേശീയ ഗെയിംസിലുമൊക്കെ അംഗീകരിക്കപ്പെട്ട ഈ മത്സരങ്ങളിൽ, അതായത് ഈ ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടുന്നവർക്ക് മാത്രമേ ഈ രീതിയിൽ സ്പോർട്സ് കോട്ടയിൽ സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ നിയമനങ്ങൾ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിൻ്റെയും ദേശീയ ഗെയിംസിൻ്റെയും ഒന്നും ഭാഗമല്ല. പിന്നെ എങ്ങനെ ഇവരെ ഈ കായിക താരങ്ങളെന്ന പരിഗണനയിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ ഇവരെ നിയമിക്കാൻ കഴിയുമായിരിക്കും? കാരണം അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ വലിയ അട്ടിമറികൾ നടന്നു എന്ന് തന്നെ സംശയിക്കേണ്ടതല്ലേ? ടോം, ഇതിലൊരു സ്വജനപക്ഷപാതം എന്ന കാര്യം ഉയർന്നു വരാനുള്ള സാധ്യത അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇത് വിവാദമായതും കാരണം ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി ഇവർക്ക് നിയമനം നൽകുക എന്ന ഒരു തീരുമാനം അത് തന്നെയാണ് നേരത്തെ വിവാദമായത്. കാരണം ബോഡി ബിൽഡർമാർ ഈ തരത്തിൽ ഇങ്ങനെ നിയമനം നേടാൻ അർഹരല്ല. അവരുടെ ഈ വിഭാഗം അത് കായിക ഇനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നിയമിക്കുന്നതിന് തടസ്സമുണ്ട്. നിയമപരമായി അത് കഴിയുന്ന കാര്യമല്ല. അവിടെയാണ് ഈ ഇളവ് നൽകി ഈ രണ്ടുപേരെയും, ഷിനുവിനെയും ചിത്രേഷിനെയും നിയമിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. DGPക്ക് അത് സംബന്ധിച്ച കത്ത് കൈമാറുന്നു. MR അജിത്കുമാർ ആകട്ടെ ഇങ്ങനെ ഈ കായിക താരങ്ങളെ പോലീസിലേക്ക് നിയമിക്കുന്ന സംവിധാനത്തിന്റെ ചുമതലക്കാരനായിരുന്നു. അദ്ദേഹം ഈ ഒരു നീക്കം ഉണ്ടായപ്പോൾ തന്നെ സ്വമേധയാ സർക്കാരിന് കത്ത് കൊടുക്കുകയായിരുന്നു. തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരണം എന്ന ആവശ്യം ഉന്നയിച്ച് അദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ശ്രീജിത്തിനെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ MR അജിത്കുമാർ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം വിവാദങ്ങളിൽ പെടുകയാണ്. ഈ ഒരു വിവാദത്തിൽ കൂടി ഉൾപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതി കാണും. അതുകൊണ്ട് സ്വമേധയാ അദ്ദേഹം ഒഴിഞ്ഞുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ഇത് വലിയ വിവാദമായി വരികയും ആ സമയത്ത് തന്നെ ഇവരുടെ നിയമനം എങ്ങനെയാണ് സാധുവാകുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തു. മറ്റൊരു കായിക താരത്തെ നിയമിക്കാനുള്ള തീരുമാനം അത് മറികടന്നാണ് ഇവർക്ക് അടുത്ത സീനിയോറിറ്റി വരുമ്പോൾ അതിന്റെ കാലാവധി വരുമ്പോൾ ഇവർക്ക് നിയമനം നൽകണമെന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഷിനു ഈ പേറുക്കടയിൽ നടന്ന കായിക പരിശോധനയിൽ പങ്കെടുക്കാനെത്തി. അവിടെ ഈ ഓട്ട മത്സരത്തിലും ഹൈ ജമ്പിലും ലോങ് ജമ്പിലും ഒക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വീണ്ടും പറയുന്നു, അദ്ദേഹം നല്ല ബോഡി ബിൽഡറാണ്, അന്തർദേശീയ തലത്തിൽ മത്സരിക്കാൻ പോയിട്ടുള്ള ആളാണ്, നേട്ടങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തി അദ്ദേഹത്തിന് നിയമനം നൽകാൻ പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത മേഖലയായിരിക്കും ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ. അവിടെ അദ്ദേഹം അത് ഈ പറയേണ്ട അല്ലെങ്കിൽ അത് കടന്നുകൂടേണ്ട ആ ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രകടനം എത്തിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്ന നിലയുണ്ടായി. ചിത്രേഷ് ആകട്ടെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതുമില്ല. കേട്ടോ,
ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു താരത്തെ, അതായത് ഒളിമ്പ്യൻ ശ്രീശങ്കറിനെ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരമായ കായിക താരമാണ്. ഈ ശ്രീശങ്കറിനെ നിയമിക്കണം, ഈ തസ്തികയിൽ നിയമിക്കണമെന്നായിരുന്നു DGPയുടെ ശുപാർശ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ശ്രീശങ്കറിൻ്റെ നിയമനം മാറ്റിക്കൊണ്ട്, അതും റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഈ രണ്ടുപേരെയും, ബോഡി ബിൽഡിംഗ് താരങ്ങളെ രണ്ടുപേരെയും ഇതുപോലെ ചട്ടങ്ങൾ, നിയമങ്ങളൊക്കെ മറികടന്ന് ഇതിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അവരെ പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരെങ്കിലും പരാതിയുമായി സമീപിച്ചത്? എങ്ങനെയാണ് ഈ വിവാദം ഉയർന്നു വന്നത്? ഇത്തരമൊരു പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് ആരെങ്കിലും ആരോപണവുമായി അല്ലെങ്കിൽ പരാതിയുമായി രംഗത്തെത്തിയതാണോ? തീർച്ചയായും ഇവരുടെ പേര് കടന്നുകൂടിയപ്പോൾ തന്നെ സ്വാഭാവികമാണ്. അങ്ങനെ ഈ നിയമപരമായി അല്ലാതെ ഒരു നിയമനം നടക്കുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തെത്തിയതും. ഇവർക്ക്, അതായത് ബോഡി ബിൽഡർമാർക്ക് അങ്ങനെ ഈ കായിക താരങ്ങളുടെ പരിഗണനയിൽ സേനാ വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് തേടുകയും അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും അതൊരു വിവാദമായി മാറി. മാത്രമല്ല, DGP ശുപാർശ ചെയ്ത കായിക താരത്തിനപ്പുറത്തേക്ക് മറ്റ് 2 പേരുകൾ വരുന്നു. അവിടെയാണ് ഈ സ്വജനപക്ഷപാതത്തിന്റെ വിഷയം ഉയർന്നു വരുന്നത്. ഇവർ കായിക താരങ്ങൾ അല്ലെങ്കിൽ ബോഡി ബിൽഡർമാരാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് ആ മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനം കൊടുക്കുന്നതെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഈ കായിക താരങ്ങളുടെ പട്ടികയിലുള്ള ആളുകൾ നിലനിൽക്കുമ്പോൾ അവരുടെ സീനിയോറിറ്റി മറികടന്ന് അതിൽ റിലാക്സേഷൻ വരുത്തി, ഈ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വരുത്തി ഇവരെ നിയമിക്കാൻ പോകുമ്പോൾ അതിൽ ചില താല്പര്യങ്ങൾ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നിയമം മറികടക്കാൻ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്ന പ്രശ്നമൊക്കെ വരുന്നത്. ഏതായിരുന്നാലും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, MR അജിത് കുമാർ ഇങ്ങനെ നിയമനം നടത്തുന്ന തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ തസ്തിക ഒഴിഞ്ഞു പോവുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഒരുപക്ഷെ ഇത് വിവാദമാകാനുള്ള സാധ്യത അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അദ്ദേഹം ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും താല്പര്യം അവിടെ പ്രവർത്തിക്കുകയും അവിടെ ആ തസ്തികയിൽ അല്ലെങ്കിൽ അങ്ങനെ നിയമനം നടത്തേണ്ട ചുമതലയിലിരിക്കുന്നത് അജിത് കുമാർ ആവുകയും ചെയ്താൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പാവഭാരം കൂടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് വരും എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണം. ഏതായിരുന്നാലും അദ്ദേഹം ആ തസ്തികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അവിടെ ശ്രീജിത്തിനെ കൊണ്ടുവരികയും MR അജിത് കുമാറിനെ മാറ്റുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷം കായിക ക്ഷമതാ പരിശോധന കൂടി ആ മത്സരത്തിൽ കൂടി പങ്കെടുക്കാൻ ഇവരോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഒരാൾ പങ്കെടുത്തു, മറ്റൊരാൾ പങ്കെടുത്തില്ല. ഏതായിരുന്നാലും പങ്കെടുത്തയാൾ ഈ പരീക്ഷ വിജയിച്ചില്ല. വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസ് ഇൻസ്പെക്ടർമാരായി നീക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കുണ്ട്രയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ പോലീസ് പ്രതികളുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചു വരികയാണ്. പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, വലിയ രീതിയിൽ ആശങ്ക വരുത്തിയൊരു സംഭവമായിരുന്നു കുണ്ട്രയിലെ ട്രെയിൻ അട്ടിമറി കേസ്. ഇത് കൂട്ടക്കുരുതിയാണ് പ്രതികൾ ലക്ഷ്യമിട്ടതെന്ന് പോലീസിന്റെ FIR-ലുണ്ടായിരുന്നു. മറുവശത്ത് NIA ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടായി എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംഭവത്തിൽ 2 പേരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. അത് കൊല്ലം സ്വദേശികളാണ്. ഒരാൾ കുണ്ട്ര സ്വദേശിയും മറ്റൊരാൾ പെരുമ്പുഴ സ്വദേശിയുമാണ്. ഇവർ സുഹൃത്തുക്കളുമാണ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് 2 പേരെയും പോലീസ് അന്ന് തന്നെ പിടിയിലായത്. ഈ സംഭവം നടക്കുന്നത് തന്നെ ഈ ശനിയാഴ്ച ദിവസം പുലർച്ചെ 2:45 കൂടിയാണ്. 3:30 കടന്നു പോകേണ്ട പാലരുവി എക്സ്പ്രസിന് നേരെയാണ് ഇത്തരത്തിൽ അവർ ഒരു അട്ടിമറി ശ്രമം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. NIA സംഘം അടക്കം സ്ഥലത്തെത്തി ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതികളുടെ വീട്ടിൽ പരിശോധനകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ കുണ്ട്ര പോലീസിനാണ് ഇതിന്റെ ഒരു അന്വേഷണ ചുമതലയുള്ളത്. കുണ്ട്ര സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ സംഭവ സ്ഥലത്തെത്തിക്കുകയും
തെളിവെടുപ്പ് പോലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ പോലീസിന് മുന്നായിട്ട് വിവരിച്ചു നൽകി. അതായത് അവരവിടെ എത്തിയ കാര്യങ്ങളും സമീപ റോഡിന് സൈഡിലിരുന്ന ഉപയോഗമില്ലാത്ത ഒരു പോസ്റ്റ്, അതായത് ടെലിഫോൺ പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഇവർ തോളിലേക്ക് ചുമന്നുകൊണ്ടുവരികയും പാളത്തിന് കുറുകെ വെച്ച രീതികളെല്ലാം പോലീസിന് കൃത്യമായി വിവരിച്ചു നൽകി. ഇവർ കുറ്റമേറ്റ് പറയുകയും ചെയ്തു. എന്നിട്ട് ഇവർ പറയുന്ന മൊഴിയാണ്, ഇവർ മദ്യലഹരിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്തത്, തങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്, ഇതിൽ നിന്നും ഒരു കാസ്റ്റൈൻ വേർപെട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ശ്രമം നടത്തിയതെന്നൊക്കെയാണ് പോലീസിനോട് ഇവർ മൊഴി നൽകിയത് ടോം. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ഇവർ ബോധപൂർവം ചെയ്തതാണെന്ന് ഉള്ള FIR ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരിപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ്. വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. അതോടൊപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. NIAയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? കാരണം ഈ പോലീസിന്റെ അന്വേഷണത്തിന് സമാന്തരമായി NIAയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതിന് പിന്നിൽ മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതി ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ലക്ഷ്യമിട്ടിരുന്നു എന്ന് NIAയും കരുതുന്നുണ്ടോ, സംശയിക്കുന്നുണ്ടോ വിനീഷ്? തീർച്ചയായിട്ടും ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. NIA സംഘം എത്തുകയും ഇവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ വീട്ടിലുള്ളവരുമായിട്ടും സംസാരിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തി വീട്ടിൽ കൃത്യമായി പരിശോധനകൾ നടത്തി. പക്ഷേ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ എന്നാലും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട് സർക്കിളുള്ളവരെ നിന്നും മൊഴികൾ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫോൺ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഫോണിലുള്ള കോൾ ലിസ്റ്റുകൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവർ ആരെയെല്ലാം വിളിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് രേഖകളും പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശരിക്കും ഇവരെ ഒരു നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളാണ്. ഇവർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഇവർക്ക് പല കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാമാണ് കൂടുതൽ സംശയത്തിലേക്ക് വഴിവെക്കുന്നത്. അതുപോലെ തന്നെ 2.25 കൂടിയാണ് ഇത്തരം കൃത്യം ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പാളത്തിന് കുറുകെ ഇവർ പോസ്റ്റ് കൊണ്ടുവച്ചത്. പക്ഷെ 2 പ്രാവശ്യം ഇവർ വെച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ട് പോലീസ് കാണുന്നത്. ആദ്യം പോലീസ് ഇടപെട്ട് ഈ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പിന്നീടും പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് ഇവർ രണ്ടാമതും പോസ്റ്റ് ഇതിനെ ട്രെയിനിന് കുറുകെ വെച്ചതായിട്ട് തന്നെ കണ്ടെത്തിയത്. അതാണ് പോലീസിന് ഏറ്റവും കൂടുതൽ സംശയത്തിലേക്ക് വഴിവെച്ചതും. എന്തായാലും ഇപ്പോൾ 2 പേരെയും ഇനി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യണം എന്നാണ് നമുക്ക് കുണ്ട്ര CI അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അറിയാൻ കഴിയുന്നു. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടിയാണ് ഇതിന്റെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇവരുടെ മൊഴികൾ ഒന്നും തന്നെ പോലീസ് ഇതുവരെയും വിശ്വസിച്ചില്ലാത്തതും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കൊല്ലത്ത് നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ട്രയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിലാണ് ഗൂഢാലോചന അറിയിക്കാൻ പോലീസ് നീക്കം നടത്തുന്നത്. പാലക്കാട് ഹൈവേ കവർച്ചാ സംഘത്തിലെ 4 പേർ പോലീസിന്റെ പിടിയിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. PC ജോർജിനെ ഇന്നത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കാൻ പോലീസ്. ചാനലിൽ ലൈവ് പോയ ലാപ്ടോപ്പ് പിടിച്ചെടുക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തിരികെ രാത്രി ഹാജരാക്കും. കസ്റ്റഡി സമയം പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ ഹാജരാക്കിയാൽ PC ജോർജ് ജാമ്യ ഹർജി നൽകും. ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിയെ അറിയിക്കും. 14 വർഷമായി രാത്രി ഉറങ്ങുന്നത് ഓക്സിജൻ സപ്പോർട്ട് മൂലം. ഇതിന്റെ മെഡിക്കൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കും. തിരക്കഥയ്ക്കനുസരിച്ചാണ് PC ജോർജിനെതിരെ പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് BJP. ചിലരെ തൃപ്തിപ്പെടുത്താനാണ് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പാലക്കാട് ഹൈവേ കവർച്ചാ കേസിൽ 4 പേർ പിടിയിൽ. കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സംഘം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, പാലക്കാട് ഹൈവേ കവർച്ചാ കേസിൽ
ആണ് ഈ 4 പേർ പിടിയിലായിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് വെച്ച വാഹനത്തിൽ സഞ്ചരിക്കുമായിരുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു തട്ടിപ്പ് സംഘങ്ങളാണോ അതോ കവർച്ചാ സംഘങ്ങളാണോ? ടോം, ഇവർ ഒരു കവർച്ചാ സംഘമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഇത് എത്രമാത്രം ഗുരുതര സ്വഭാവമുള്ള ഒരു കവർച്ചയാണ്, ഒരു ക്രൈമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഒരു കേന്ദ്ര ഏജൻസിയുടെ പേരിൽ എത്ര വലിയ തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. കാരണം കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ ഇവർ ദേശീയപാതയിൽ ഈ കവർച്ച നടത്തുന്ന സംഘമാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയുള്ള നാല് പേരടങ്ങുന്ന സംഘത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ക്രൈമിൻ്റെ ഒരു അവസ്ഥ, ഒരു ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ദേശീയപാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ച, അതും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി ഈ കേന്ദ്ര ഏജൻസിയുടെ ബോർഡ് പതിപ്പിച്ച ഒരു വാഹനം, അതിൽ നിന്നും ഈ വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി, വാഹനങ്ങളിൽ വരുന്നവരെ തടഞ്ഞു നിർത്തി അവരിൽ നിന്നും ഈ ഏജൻസിയുടെ പേരിൽ പണം തട്ടലും മറ്റ് കവർച്ച ഉൾപ്പെടെ ഇവരുടെ വാഹനങ്ങളിൽ നിന്ന് പെപ്പർ സ്പ്രേ അതുപോലെയുള്ള ആയുധങ്ങൾ, ഈ ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ഒരു വാഹനം നിർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ചെന്ന് പരിശോധിക്കുന്നത്. അതേ തുടർന്നാണ്, അതായത് ഈ ഹൈവേ പോലീസിന്റെ പരിശോധനയിലാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഈ ഹൈവേ പോലീസ് അവിടെ എത്തുന്നത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഈ 4 അംഗ സംഘത്തിലെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതോടുകൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംശയം ബലപ്പെട്ടു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി ഈ വ്യാജ ID കാർഡുകൾ അടക്കം, അതുപോലെ വണ്ടിയുടെ ഫേക്ക് ബോർഡ് അടക്കം കണ്ടെടുത്തു. അതോടുകൂടി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് കസബ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ പ്രതികളെ കൂടുതലായി കസബ പോലീസ് അടക്കം സ്ഥലത്തെത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഡ്രൈവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 4 അംഗ സംഘത്തിന് പുറമെ ഇതിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം, ആ ഒരു മേഖലയിലേക്കാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇത്ര ദിവസമായി ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിൽ, അല്ലെങ്കിൽ പാലക്കാട് പോലെ എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ സ്ഥിരം നിരീക്ഷണമുള്ള, അല്ലെങ്കിൽ MVDയുടെയൊക്കെ നിരീക്ഷണം ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ദേശീയപാത. അവിടെ ഇത്രയും ദിവസമായി ഈ കവർച്ചാ സംഘം നിലയുറപ്പിച്ചിട്ടും ഇവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കവർച്ച നടത്തിയിട്ടും അതെന്തുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല? കാരണം തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം കൂടിയാണ് കണ്ടെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷനിലുള്ള വാഹനമായിട്ട് പോലും എന്തുകൊണ്ട് കണ്ണിൽപ്പെട്ടില്ല എന്നത് വലിയൊരു ചോദ്യമാണ്. ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. കാരണം ഈ 4 അംഗ സംഘത്തിന് പുറമെ ആരെങ്കിലും കൂടി ഉണ്ടായിരിക്കാം എന്ന് തീർച്ചയായും അങ്ങനെയെങ്കിൽ, കാരണം ഷംന സൂചിപ്പിച്ചതുപോലെ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണിത്. ഈ സംഘത്തിന് ഒരു അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളുമായി, ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പിടിയിലായ 4 പേരും മലയാളികൾ തന്നെയാണ്. കണ്ണൂർ, തിരുവനന്തപുരം ഒക്കെ കേന്ദ്രീകരിച്ചുള്ള, കണ്ണൂർ, തിരുവനന്തപുരം സ്വദേശികളൊക്കെയാണ് ഇപ്പോൾ ഈ പിടിയിലായ 4 പേരും. പക്ഷേ അതേസമയം തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി അതുപോലെ ദിവസങ്ങളായി മേഖലയിലുണ്ട്. ഒപ്പം തന്നെ ഈ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു അതിർത്തി കൂടിയാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം വിട്ടുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനപ്പുറത്തേക്കുള്ള പ്രതികൾ കൂടി ഈ കൂട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. എന്തായാലും അത് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവറെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കാരണം ഈ ഡ്രൈവറാണ് ഇതിലെ ഈ കവർച്ചാ സംഘത്തിലെ പ്രധാനി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. ഒപ്പം ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ നിന്നും കൂടുതലായി ഈ ഡ്രൈവറെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. ഇനി മറ്റ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ ഉയരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ പ്രധാന പാതയിൽ, ദേശീയപാതയിൽ ഇത്ര വലിയൊരു കവർച്ച അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു ക്രൈം നടന്നിട്ടും അതെന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത്. ടോം, യെസ്, അതുതന്നെയാണ് ഷംന സൂചിപ്പിച്ചതുപോലെ. ഇതുപോലുള്ള കവർച്ചാ സംഘങ്ങൾ, അതും മറ്റ് സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ഇതുവഴി
പതിവായി കടന്നുപോയിട്ടും എന്തുകൊണ്ട് പോലീസ് അത് സംശയിച്ചില്ല, ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ പല സംശയങ്ങളും വരുന്നുണ്ട്, പോലീസിനെതിരെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ സംഘത്തിന്, ഈ കവർച്ചാ സംഘത്തിന് അന്തർ സംസ്ഥാന ക്രിമിനൽ സംഘങ്ങളുമായി, കവർച്ചാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആനക്കലി അടങ്ങാതെ ആറളം. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും സംസ്കാരം വൈകിട്ട് നടക്കും. ആറളം പഞ്ചായത്തിൽ UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ ആറളത്ത് താമസിക്കുന്ന അവിടുത്തെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം പതിവായി അവിടെ നടക്കുന്നുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഈ വെള്ളിയുടെയും ലീലയുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ ഉയരുന്നുണ്ടോ? ഹർത്താൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ടോമെ, ഈ വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ആറളത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഈ സർവകക്ഷി യോഗം ചേരും. ഈ യോഗത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഇന്നലെ രാത്രിയൊക്കെ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് വരുന്നത്. ഒരു ഘട്ടത്തിൽ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. RDA തടയുന്നു, അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA തടയുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ പ്രധാനമായും ഈ ആറളത്തിലെ ഈ ആദിവാസികൾക്ക് പുനരധിവാസ ഗ്രാമമായാണ് ഇവിടെ പതിച്ചു നൽകിയ സ്ഥലമാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഇവിടെ നിരന്തരമായി കാട്ടാന ശല്യമാണ്. അതായത് 2009 മുതൽ നോക്കിക്കഴിഞ്ഞാൽ 18 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ 2 പേര് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് 20 പേരാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഈ തൊഴിലെന്ന് പറയുന്നത് ഈ കാട്ടിൽ പോയി ഈ ഇത്തരത്തിൽ വിറക് ശേഖരിക്കലും, അതുപോലെ തന്നെ ഇപ്പോൾ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കുമൊക്കെയാണ് ഇവരുടെ ജീവിതോപാധി. ഇപ്പോൾ ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥ, കുട്ടികളെ തനിച്ചാക്കി വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ, അത്രത്തോളം വലിയ തോതിലുള്ള ആന ശല്യം ഈ ഭാഗത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് 40ഓളം ആനകൾ ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്ന് വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനം ആന മതിൽ നിർമ്മിക്കുമെന്ന് നേരത്തെ 2020 പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട്. 2 വർഷം മുൻപാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചത്. പക്ഷേ ഇതുവരെ അത് എങ്ങും എത്തിയിട്ടില്ല. അത് തന്നെയാണ് ഇവർ ഏറ്റവും പ്രധാനമായും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള ആനകളെ തുരത്തണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇവർ പറഞ്ഞത്. മൃതദേഹങ്ങൾ വിട്ടു നൽകാത്ത ഒരു സ്ഥിതിയും ഇന്നലെ ഉണ്ടായിരുന്നു. 12 മണിയോടുകൂടി ഏറ്റവും ഒടുവിലായി പോലീസൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഈ യോഗത്തിൽ വാക്കുകൾ, അതായത് ഉറപ്പുകൾ മാത്രം ലഭിച്ചാൽ പോരാ, വാഗ്ദാനങ്ങൾ നൽകിയാൽ പോരാ, പദ്ധതി നടപ്പിലാക്കണം. അത് നാളെ മുതൽ തന്നെ നടപ്പിലാക്കുമോ എന്നതാണ് ഇവർ ചോദിക്കുന്നത്. നമ്മളും മനുഷ്യരല്ലേ, ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാന ശല്യം. ഇപ്പോൾ ഈ മരണപ്പെട്ട ഈ ഇവരുടെ തന്നെ വെള്ളിയുടെയും ലീലയുടെയും തന്നെ വീടിന് തൊട്ടടുത്ത് നിന്നാണ് ഇത്തരത്തിൽ ആന അതിക്രൂരമായി ഇവരെ ചവിട്ടി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. തൊട്ടടുത്ത് വനം വകുപ്പിന്റെ ഓഫീസുമുണ്ട്. ആ ഒരു സ്ഥലത്ത് ഇത്തരത്തോളം ആനകൾ വരുന്നുണ്ടെങ്കിൽ ഇത് ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകുമെന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകും. ഇത്തരത്തിലുള്ള സോളാർ വേലി ഉൾപ്പെടെ ഉടൻ സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ് കബളിക്കപ്പെട്ടുവെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങൾ പോരാ, നമുക്ക് ഈ പദ്ധതി അത് എന്ന് തുടങ്ങും, അത് നാളെ മുതൽ തുടങ്ങുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് തന്നെയാണ് സർവകക്ഷി യോഗത്തിനും ഇപ്പോൾ ഇവരുടെ ആദിവാസി സമൂഹത്തിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, അവരും ഉന്നയിക്കുന്നത്. എന്നാലും മന്ത്രി നേരിട്ടെത്തി, ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി നേരിട്ടെത്തിയാണ് യോഗത്തിൽ എത്തുന്നത്. ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ യോഗത്തിലുണ്ട്. എന്നാലും ഇപ്പോൾ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. UDFന്റെയും BJPന്റെയും ഹർത്താൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു ഹർത്താലാണ്. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ തടയുന്നില്ല. അത് പ്രധാനമായും പറയുന്നത് ഇന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ അതിശക്തമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് സ്പോട്ട്ലൈറ്റ് പോവുകയാണ്. ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയും സുരേഷ് കുമാറിനെ പിന്തുണച്ചും ഫിലിം ചേംബർ. ആന്റണി പെരുമ്പാവൂർ 7 ദിവസത്തിനകം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് കത്തു നൽകി. സുരേഷ് കുമാർ സംസാരിച്ചത് സിനിമയ്ക്ക് വേണ്ടിയാണെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. നവമി ദിനേശ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പരസ്യമായതാണ്, സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം വിഴുപ്പലക്കിയതാണ്. 2 പേരെയും പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും
നിരവധി പ്രമുഖരടക്കം രംഗത്തെത്തിയതാണ്. ഏറ്റവും ഒടുവിൽ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിപ്പറയാനുള്ള കാരണം എന്തായിരിക്കും? ടോം, ഫിലിം ചേംബേഴ്സിന്റെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞത്. അതായത് ജി സുരേഷ് കുമാർ സംസാരിച്ചത് അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന, സിനിമാ സംഘടനകൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആന്റണി പെരുമ്പാവൂര് വീണ്ടും അതിനെ ഒരു പരസ്യ പ്രതികരണവുമായി, അതും സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് പ്രതികരണം നടത്തിയത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിലാണ് പറയേണ്ടത്. അല്ലാതെ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ജി സുരേഷ് കുമാർ എന്ന വ്യക്തിയെ ആക്ഷേപിക്കുന്നത് അത് ഫിലിം ചേംബറിനെ അല്ലെങ്കിൽ സിനിമാ സംഘടനകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന ഒരു വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന യോഗത്തിനൊടുവിൽ അവർ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി പെരുമ്പാവൂരിന് ഈ പോസ്റ്റ് പിൻവലിക്കാൻ 7 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടത്. ഈ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി ഫിലിം ചേംബർ അസോസിയേഷൻ ഇന്ന് എടുത്ത യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 2 നിർണായക ചർച്ചകൾ കൂടി ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, അമ്മ സംഘടനയുടെ യോഗമാണ്. അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇനി വരാനിരിക്കുന്ന സമരം, ഈ സിനിമ വ്യവസായത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കില്ല എന്ന തരത്തിലുള്ള ഒരു യോഗം ഒരു സമരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമരത്തിന് പിന്തുണയില്ല എന്നുള്ള കാര്യം കൂടി അമ്മ സംഘടന വ്യക്തമാക്കി. മറ്റൊന്ന്, ഈ സംഘടനയിലെ ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊരു തുറന്ന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാൻ അമ്മ തയ്യാറാണ്. പക്ഷെ മറ്റൊന്ന്, ഇതൊരു സംഘടനയാണ്. ഈ പ്രതിഫലം കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്നത് താരങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതൊരിക്കലും ഒരു സംഘടനയ്ക്ക് നിർദ്ദേശം നൽകുവാനോ സംഘടനയ്ക്ക് തീരുമാനമെടുക്കുവാനോ കഴിയില്ല എന്നുകൂടി അമ്മ സംഘടനയുടെ ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ഇപ്പോഴും തുടരുകയാണ്. അതിനുശേഷം എന്താണ് ഇന്നത്തെ തീരുമാനം, അല്ലെങ്കിൽ ഈ സമരത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ് സംഘടനയുടെ തീരുമാനം എന്നത് വൈകിട്ടോടുകൂടി വാർത്താക്കുറിപ്പിലൂടെ അമ്മ സംഘടന അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗമാണ്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വരാനിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ്, ഈ അനിശ്ചിതകാല സമരത്തിന് മുൻപ് ഒരു സൂചനാ പണിമുടക്ക് നടത്തും. അതിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമാ വേതനം, ഒപ്പം ജി സുരേഷ് കുമാറിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും പരസ്യപ്പോര്, ഇത് ഏതെങ്കിലും തരത്തിൽ ഇനി ഇരുവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇനിയൊരു പ്രശ്നമില്ലാതെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നാണക്കേടില്ലാതെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്ത് നടപടി സ്വീകരിക്കാം എന്ന കാര്യത്തിലും കൂടിയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്തായാലും സിനിമാ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വലിയ സിനിമകളൊക്കെ വരാനിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരാനിരിക്കുമ്പോൾ ഈ ഒരു സമരം അത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതിന്റെ തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള 3 യോഗങ്ങൾ ഇന്ന് കൊച്ചിയിൽ നടന്നത്. ടോം, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് കുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയിരിക്കുകയാണ്. അതായത് 7 ദിവസത്തിനകം ഈ പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ഫിലിം ചേംബർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ത് കാരണം പറഞ്ഞതും ആരെയും എന്തും പറയാം എന്ന നിലപാട് ശരിയല്ല. പ്രതികരിക്കാനുള്ള വേദി സോഷ്യൽ മീഡിയ അല്ല, നേരിട്ട് അറിയിക്കാമായിരുന്നു എന്നാണ് ഫിലിം ചേംബർ വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.